സാമ്പത്തിക തട്ടിപ്പുകൾ പതിവായ കേരളത്തിൽ അനുദിനം ഓരോ പുതിയ തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശൂരിലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 400 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയിരിക്കുന്നു. പലിശയില്ലാ ലോണായി 1450 കോടിയോളം രൂപ നൽകിയത് കടലാസ് കമ്പനികൾക്കാണ്. അന്വേഷണം സൊസൈറ്റി ചെയർമാൻ സോജൻ അവറാച്ചൻ അടക്കമുള്ള മൂവർ സംഘത്തിലേക്ക് നീങ്ങുകയാണ്. സ്ഥാപനത്തിൽ രാഷ്ട്രീയ ബിനാമികൾ ഉണ്ടോ എന്നും അന്വേഷിക്കും. കേരളത്തിൽ ഹൈറിച്ച് തട്ടിപ്പുകളെ വെല്ലുന്ന സാമ്പത്തിക തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലിൽ തെളിഞ്ഞിരിക്കുന്നത്. നിക്ഷേപത്തിന്റെ മറവിൽ തൃശൂരിലെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അഥവാ ICCSL 400 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന കണ്ടെത്തൽ. പലിശയില്ലാ ലോണായി 1450 കോടിയോളം രൂപ നൽകിയത് കടലാസ് കമ്പനികൾക്കാണ് എന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണം സൊസൈറ്റി ചെയർമാൻ അടക്കം മൂവർ സംഘത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി 34 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. തട്ടിപ്പിൽ സൊസൈറ്റി ചെയർമാൻ സോജൻ അവറാച്ചൻ, സിനിമാ നിർമ്മാതാവ് അജിത് വിനായക, വഡോദര സ്വദേശി യതിൽ ഗുപ്ത എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ദുരൂഹ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് സ്ഥാപനത്തിന്റെ 120-ൽ ഏറെ ഓഫീസുകളിൽ പരിശോധന നടന്നത്. 4 വർഷത്തിനിടെ 3800 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചതായും 1100 കോടി രൂപ കൊൽക്കത്തയിലെ ചില കടലാസ് കമ്പനികൾക്ക് നൽകിയതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. പ്രൊമോട്ടർമാരുടെ സ്വന്തം കമ്പനികൾക്കും വൻതുക നൽകി. ഈ വായ്പകളിൽ തീരെ തിരിച്ചടവുണ്ടായിട്ടില്ല. തൃശൂർ സ്വദേശിയായ പ്രൊമോട്ടർ സോജന്റെ കമ്പനിക്ക് 250 കോടി രൂപയും ഗുജറാത്ത് വഡോദര സ്വദേശിയായ രതിൻ ഗുപ്തയുടെ കമ്പനിക്ക് 800 കോടി രൂപയും വായ്പ നൽകിയിട്ടുണ്ട്. രതിൻ ഗുപ്ത 2 സ്വകാര്യ ജെറ്റുകൾ സ്വന്തമാക്കി. അജിത് വിനായക് എന്നയാൾക്ക് 250 കോടി രൂപയാണ് സൊസൈറ്റിയിൽ നിന്നും നൽകിയിരിക്കുന്നത്. ഇയാൾ 70 കോടി രൂപ സിനിമാ നിർമ്മാണത്തിനും 80 കോടി രൂപ ആഫ്രിക്കയിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാനും 40 കോടി രൂപ സ്വത്തുക്കൾ വാങ്ങാനും ചെലവിട്ടതിന്റെ രേഖകൾ കണ്ടെത്തുകയും ചെയ്തു. 50 കോടിയോളം രൂപ ഇയാൾ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി. രതിൻ ഗുപ്തയ്ക്കും അജിത് വിനായകിനും കേരള രാഷ്ട്രീയത്തിലെ ചില പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധവുമുണ്ട്. സൊസൈറ്റിയിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നാണ് പ്രധാനമായും ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു വരുന്നത്. കേരളത്തിലെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് വൻ തുകകളുടെ കൈമാറ്റം നടന്നത് എന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. 3800 കോടി രൂപ നിക്ഷേപത്തിൽ അധികവും കേരളത്തിൽ നിന്നാണ്. ഏജന്റുമാർക്ക് 2% കമ്മീഷനും നിക്ഷേപകർക്ക് 12.5% വരെ പലിശയും വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത്. 10 ലക്ഷം രൂപ മുതൽ 1.5 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുമുണ്ട്. സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതോടെ നിക്ഷേപകരും കടുത്ത ആശങ്കയിലാണ്.